ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിന്റെ 21ാമത്തെ ചാപ്റ്റർ 21 ഫോംസ് ഓഫ് മാർക്കറ്റ്, മാർക്കറ്റിന്റെ രൂപങ്ങൾ അഥവാ വിപണിയുടെ രൂപങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റ് നമുക്ക് എന്തിനാണ് മാർക്കറ്റ് മക്കളെ? നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഒരു മാർക്കറ്റ് രൂപം കൊള്ളുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ ഉപഭോക്താവിനും അതേപോലെ തന്നെ ഓരോ പ്രൊഡ്യൂസേഴ്സിനും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി രൂപം കൊള്ളുന്ന ഒരു ഘടകമാണ്, ഒരു ഫോംസ് ആണ്, ഒരു രൂപമാണ് എന്ത് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റ് എന്താണ്, ആ മാർക്കറ്റിന്റെ പ്രത്യേകതകൾ എന്താണ് നോക്കൂ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മാർക്കറ്റിൽ എന്തെല്ലാമാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത് അല്ലെ? ഈ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളാണ് ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെ നമുക്കറിയാം, ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഡ്രസ് ഷോപ്പുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബേക്കറി ഷോപ്പുകൾ ഉണ്ടായിരിക്കും, കൂൾ ബാറുകൾ ഉണ്ടായിരിക്കും, അതേപോലെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലാണ് ഒരു മാർക്കറ്റ് രൂപം കൊള്ളുക. അല്ലാതെ ഒരു സാധനം മാത്രമാവില്ല ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക. മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെയാണ് കാണപ്പെടുക? മാർക്കറ്റിലാണ് കാണപ്പെടുക. അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു ഘടകമാണ് എന്ത് മാർക്കറ്റ് നമുക്ക് പറയാം. അടുത്തത് നോക്കൂ, അതിന് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടുവോ, ഈ ഒരു പിക്ചറില് ഒരുപാട് ആളുകൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെയാണ് മാർക്കറ്റിലേക്ക് വരിക. അപ്പൊ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി രൂപം കൊള്ളുന്ന ആ വിപണിയെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. സാധനങ്ങളും സേവനങ്ങളും, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വാങ്ങാനും വിൽക്കാനും, സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും വേണ്ടി രൂപം കൊള്ളുന്ന വിപണിയാണ്, കമ്പോളമാണ് മാർക്കറ്റ്. മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും, ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. പരസ്പരം വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? മാർക്കറ്റില് ഉണ്ടായിരിക്കുക. വാങ്ങുന്നവരും ബയേഴ്സും സെല്ലേഴ്സും, അതേപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും. ഒരു മാർക്കറ്റിൽ എന്തൊക്കെയാണ് വാങ്ങും വിൽക്കും ചെയ്യുക? സാധനങ്ങളും സേവനങ്ങളുമാണ് മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മില് ഒരു ഇടപെടൽ എവിടെ ഉണ്ടായിരിക്കും? മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. മാത്രല്ല, ഭൗതികവും ഓൺലൈൻ വിപണിയും ഇന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഭൗതികമായിട്ടും ഒരു ഓൺലൈൻ ആയിട്ടും ഇന്ന് മാർക്കറ്റ് നിലകൊള്ളുന്നു. അതേപോലെ മണി ട്രാൻസാക്ഷൻ, പണ ഇടപാടുകൾ നടക്കുന്നതിനും എന്ത് കാരണമാകുന്നുണ്ട്? മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പണ ഇടപാട്. ഏറ്റവും കൂടുതൽ പണ ഇടപാട് നടക്കുക എവിടെയാണ്? മാർക്കറ്റിലാണ് അല്ലെ. ബാങ്കിലേക്കാട്ടിലും കൂടുതൽ പണ ഇടപാട് നടക്കുക എവിടെയാണ്? മാർക്കറ്റിലാണ്. അതേപോലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റവും എവിടെ നടത്തപ്പെടാം? മാർക്കറ്റിൽ നടത്തപ്പെടാം. അപ്പൊ ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അതായത് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒരു വിപണിയെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും വേണ്ടി രൂപം കൊണ്ട വിപണിയാണ് മാർക്കറ്റ്. പിന്നെ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് എന്ത് മാർക്കറ്റ്. മാത്രല്ല, ഭൗതികവും ഓൺലൈൻ വിപണിയും എവിടെ ഉണ്ടായിരിക്കും? മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ മണി ട്രാൻസാക്ഷൻ, പണ ഇടപാട് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഗുഡ്സിന്റെയും സർവീസസിന്റെയും ട്രാൻസാക്ഷൻ എവിടെ ഉണ്ടായിരിക്കും? മാർക്കറ്റിൽ ഉണ്ടായിരിക്കും.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിലൂടെ വ്യക്തമാക്കുന്നത്, ഈ ഒരു വിപണിയുടെ രൂപങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അടുത്ത നോക്കൂ, ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഈ ഒരു ചാപ്റ്ററിലെ വിപണി എന്ന ആശയം നമ്മൾ പഠിച്ചു. എന്താണ് വിപണി എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി നമ്മൾക്ക് ഇതില് മൊണോപ്പൊളി പഠിക്കണം. മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുത്തക എന്ന് പറയും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിക്കണം, മൊണോപ്പൊളി പഠിക്കണം. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ്, മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. അതേപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ പഠിക്കണം, ഒളിഗോപ്പൊളി പഠിക്കണം. അപ്പൊ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളത്. വിപണി എന്ന ആശയം, പൂർണ്ണ മത്സരം, ഏകാധിപത്യ മത്സരം, വിപണിയുടെ സവിശേഷതകളെ, ഏകാധിപത്യം, അല്പാധിപത്യം, ഇതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കഷൻ ചെയ്യണം. പക്ഷെ ഇത് ഈ ഒരു പഠന ലക്ഷ്യങ്ങൾ തരുന്നതിന് മുന്നേ ടീച്ചർ എന്ത് പരിചയപ്പെടുത്തി തന്നു? നിങ്ങൾക്ക് വിപണി എന്താ എന്ന് മനസ്സിലാക്കി തന്നു. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ആ ഒരു വിപണിയെയാണ് ഏത് പേരിലെന്ന് അറിയപ്പെടുന്നത്? മാർക്കറ്റ്. ആ ഒരു മാർക്കറ്റിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ആ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ വാങ്ങാനും വിൽക്കാനും വരും, പണയിടപാടുകൾ നടക്കും, അതേപോലെ തന്നെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം നടക്കുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നോക്കൂ, ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിപണിയുടെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ് എന്ന് പറയും. ഒരു മാർക്കറ്റിന്റെ സവിശേഷതയെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ മക്കളെ? വാങ്ങുന്നവരുണ്ടായിരിക്കും, വിൽക്കുന്നവരുണ്ടായിരിക്കും, അതേപോലെ ഉൽപ്പന്നം, ആ വിപണിയിൽ എന്തുണ്ടായിരിക്കും? ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും, മത്സരം നിലനിൽക്കും, പണയിടപാട് നടക്കും. അപ്പൊ ഒരു വിപണിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു മാർക്കറ്റിന്റെ ക്യാരക്ടർ അഥവാ സവിശേഷതയായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? മാർക്കറ്റിൽ വാങ്ങുന്നവരുണ്ടായിരിക്കും, വിൽക്കുന്നവര് ബയേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായിരിക്കും. വാങ്ങുന്നവര് പറഞ്ഞാൽ ബയേഴ്സ്, ബയ്യിങ് പറഞ്ഞാൽ വാങ്ങുക, സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ വിൽക്കുക. അപ്പൊ വാങ്ങുന്നവരും ഉണ്ടാവും, വിൽക്കുന്നവരും ഉണ്ടായിരിക്കും ഒരു മാർക്കറ്റില്. വാങ്ങാനും ഒരുപാട് ആളുകൾ ചെല്ലും, വിൽക്കാനും ഒരുപാട് ആളുകൾ ചെല്ലും. പിന്നെ എന്താ മാർക്കറ്റിന്റെ പ്രത്യേകത? ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും, പ്രോഡക്റ്റ്, അതാണ് ഉൽപ്പന്നം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉൽപ്പന്നം ആവും വേണ്ടി വരിക. ചില ആളുകൾക്ക് പച്ചക്കറി ആവും വേണ്ടി വരിക, ചില ആളുകൾക്ക് മാംസമായിരിക്കും വേണ്ടി വരിക, ചില ആളുകൾക്ക് ബേക്കറി ആയിരിക്കും വേണ്ടി വരിക, ചില ആളുകൾക്ക് വസ്ത്രമായിരിക്കും വേണ്ടി വരിക, ചില ആളുകൾക്ക് പാത്രങ്ങളായിരിക്കും വേണ്ടി വരിക. അങ്ങനെ ഓരോ മനുഷ്യനും വേണ്ട സാധനങ്ങളായിരിക്കും, അത്തരം ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. അതേപോലെ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മത്സരം ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഒരു മാർക്കറ്റിൽ ഒരു തുണിക്കട, ഒരു ഡ്രസ് ഷോപ്പ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് ഡ്രസ് ഷോപ്പ് ഉണ്ട്. ഒരുപാട്, കാരണം കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, മത്സരം ഉണ്ടായിരിക്കും. ഇവിടെ മാർക്കറ്റില് ഡ്രസ്സിന്റെ ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. അതിൽ നമ്മള് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കടയിലാണ് നമ്മൾ കയറുക. അതേപോലെ വെജിറ്റബിൾ ഷോപ്പ്, അല്ലെങ്കിൽ റെസ്റ്റോറന്റുകൾ, അതല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പുകൾ, ബേക്കറി ഷോപ്പുകൾ, ഇതൊക്കെ ഒന്നല്ല ഉള്ളത് മാർക്കറ്റില്, ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? മാർക്കറ്റിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? മത്സരം, കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇടപാട്, പണയിടപാട് നടക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? മാർക്കറ്റിലാണ്. നമ്മളുടെ മണി ട്രാൻസാക്ഷൻ, പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് കൂടുതൽ നടക്കുന്നത് മാർക്കറ്റിലാണ്. അപ്പൊ ഇത്രയും ഘടകങ്ങളാണ് മാർക്കറ്റിന്റെ ക്യാരക്ടർ അഥവാ സവിശേഷതയായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ. ഇനി നമ്മൾ മാർക്കറ്റിന്റെ രൂപങ്ങളാണ് പഠിക്കുന്നത്. ഫോംസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയും. അതായത് മാർക്കറ്റിന്റെ പ്രധാന രൂപങ്ങൾ എന്തൊക്കെ? 4 രൂപങ്ങളാണ് മാർക്കറ്റിനുള്ളത്. ഒന്ന് പൂർണ്ണ മത്സരം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 2 മൊണോപ്പൊളി, കുത്തക. 3 ഏകാധിപത്യ മത്സരം, അതായത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ആൻഡ് 4 ഒളിഗോപ്പൊളി, അല്പാധിപത്യം. അപ്പൊ മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ ടീച്ചർ ഈ പറയുന്നത്. അതായത് ഒരു മാർക്കറ്റിന്റെ
പ്രധാനപ്പെട്ട ഫോംസുകൾ ഏതൊക്കെ? വാട്ട് ആർ ദ ഫോംസ് ഓഫ് മാർക്കറ്റ്? മാർക്കറ്റിന്റെ എന്താണ് മാർക്കറ്റിന്റെ രൂപങ്ങൾ? വിപണിയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും വിപണിയുടെ ഫോംസ് 4 എണ്ണാണുള്ളത്. 4 ഫോംസ് ഓഫ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിന് 4 ഫോംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിനാണ് പറയുക പൂർണ്ണ മത്സരം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സരം, പൂർണ്ണമായിട്ട് മത്സരമാണ് ആ മാർക്കറ്റിൽ ഉണ്ടാവുക. രണ്ടാമത്തേതാണ് മാർക്കറ്റിന്റെ രൂപം ഏകാധിപത്യം, മൊണോപ്പൊളി. ചില സാധനങ്ങൾ ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിരളമായിട്ട് മൊണോപ്പൊളി നിലനിൽക്കുന്നതിനാണ് ഏകാധിപത്യം, മൊണോപ്പൊളി. മൂന്നാമത്തെ മാർക്കറ്റിന്റെ ഫോംസ് എന്ന് പറയുന്നതാണ് ഏത്? ഏകാധിപത്യ മത്സരം, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ആൻഡ് 4ാമത്തെ ഫോംസ് ആണ് അല്പാധിപത്യം അഥവാ ഒളിഗോപ്പൊളി. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കണം. ഒളിഗോപ്പൊളി എന്താണ്, അതേപോലെ തന്നെ മൊണോപ്പൊളി എന്താണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ടീച്ചർ മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു തന്നു. പിന്നെ മാർക്കറ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. വാങ്ങുന്നവരുണ്ടായിരിക്കും, വിൽക്കുന്നവരുണ്ടായിരിക്കും, ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും, മത്സരം നിലനിൽക്കും, പണയിടപാടുണ്ടായിരിക്കും. അതിന്റെ രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പൂർണ്ണ മത്സരമായിരിക്കും, ഏകാധിപത്യമായിരിക്കും, അതേപോലെ തന്നെ ഏകാധിപത്യ മത്സരം ഉണ്ടായിരിക്കും, അല്പാധിപത്യം ഉണ്ടായിരിക്കും. ഇനി അതിൽ നമ്മള് പൂർണ്ണ മത്സരം എന്താന്ന് പഠിക്കാം. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ പൂർണ്ണ മത്സരം? കണ്ടോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിൽ ഈ 5 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. പൂർണ്ണ മത്സരം എന്ന് പറഞ്ഞാൽ വാങ്ങാനും വിൽക്കാനും ഒരുപാട് ആളുകൾ ചെല്ലുന്ന സ്ഥലത്തിനെയാണ്, ധാരാളം ആളുകൾ വാങ്ങാനും വിൽക്കാനും ചെല്ലുന്ന ഒരു മാർക്കറ്റിലാണ് എന്തുണ്ടാവുക? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുക, പൂർണ്ണ മത്സരം ഉണ്ടാവുക. അതിനൊരു എക്സാമ്പിൾ ആണ് ഡ്രസ് ഷോപ്പ്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോപ്പ്, അല്ലെങ്കിൽ ഹോട്ടലുകള്, അല്ലെങ്കിൽ ഗോൾഡ് ഷോപ്പുകള്, സ്വർണ്ണക്കടകള്, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പുകള്, മൊബൈൽ ഷോപ്പുകൾ. ഇവിടെയൊക്കെ എന്താ നിലനിൽക്കുക? പൂർണ്ണ മത്സരം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ധാരാളം ആളുകള് വാങ്ങാനും വിൽക്കാനും ചെല്ലുന്നവരായിരിക്കും ഏതിലുണ്ടായിരിക്കുക? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ പൂർണ്ണ മത്സരം. ഇപ്പൊ നമ്മള് വിപണിയുടെ രൂപങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? പൂർണ്ണ മത്സരം അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകതയാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകത? ധാരാളം വാങ്ങാനും വിൽക്കാനും ആളുകൾ ഉണ്ടായിരിക്കും എന്നതാണ് ഏതിന്റെ പ്രത്യേകത? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകത. മാത്രല്ല ഒരേ ഉൽപ്പന്നങ്ങളായിരിക്കും. അതാണ് കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള കാരണം. ഇപ്പൊ വെജിറ്റബിൾ ഷോപ്പ് തന്നെ ഇഷ്ടംപോലെ ഒരേ ഉൽപ്പന്നങ്ങളുള്ള ഒരുപാട് കടകൾ ഉണ്ടായിരിക്കും. അതാണ് ഒരേ സെയിം പ്രോഡക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? വില വിപണി നിശ്ചയിക്കും. അതിന്റെ വില ആരാ നിശ്ചയിക്കുക? നമ്മളാണോ നിശ്ചയിക്കുക? വാങ്ങാൻ ചെല്ലുന്നവരാണോ? കൺസ്യൂമേഴ്സ്, ഉപഭോക്താവാണോ നിശ്ചയിക്കേണ്ടത്? അല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനില് ആ സാധനത്തിന്റെ വില വിപണിയാണ് നിശ്ചയിക്കുന്നത്. പിന്നെ സ്വതന്ത്രമായി പ്രവേശിക്കാം. ആർക്ക് വേണമെങ്കിലും മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലാനും തിരിച്ചു ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്നാ പറയാ. സ്വതന്ത്രമായി പ്രവേശിക്കാനും എക്സിറ്റ് തിരിച്ചു പോരാനും എവിടെ പറ്റും? പെർഫെക്റ്റ് കോമ്പറ്റീഷന് പറ്റും. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പ്രൈസ് ടേക്കർ എന്നാ പറയുന്നത്. പ്രൈസ് ടേക്കർ. പ്രൈസ് തീരുമാനിക്കുക എവിടെയാണ്? മാർക്കറ്റിലായതുകൊണ്ട് വിപണിയാണ് വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ എന്ത് പറയുന്നത്? പ്രൈസ് നമ്മളല്ല തീരുമാനിക്കുക, മാർക്കറ്റാണ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ എന്ത് പറയാനുള്ള കാരണം? പ്രൈസ് ടേക്കർ ആണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രത്യേകത. നിങ്ങളെ കയ്യില്
എക്കണോമിക്സിന്റെ ഗൈഡ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 249 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. ഇപ്പൊ ടീച്ചറുടെ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടത്, ഈ ചാപ്റ്ററിന്റെ റെക്കോർഡിംഗ് കേട്ടതിന് ശേഷം നിങ്ങൾ ബുക്ക് എടുത്ത് പഠിക്കുമ്പോൾ, ഗൈഡ് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പോ നമ്മൾ മാർക്കറ്റിന്റെ രൂപങ്ങൾ 4 ഉള്ളത്. അതിൽ ഒന്നാമത്തെ രൂപമാണ് പൂർണ്ണ മത്സരം അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ 5 പ്രത്യേകതകളാണ് ടീച്ചർ പറഞ്ഞു തന്നത്. എന്തൊക്കെയാണ്? ധാരാളം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ആളുകൾ ഉണ്ടായിരിക്കും. ഒരേ ഹോമോജീനിയസ് പ്രോഡക്റ്റുകളായിരിക്കും, ഒരേപോലത്തെ പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വില നിശ്ചയിക്കുന്നത് വിപണി ആയിരിക്കും. സ്വതന്ത്രമായ പ്രവേശനം ഉണ്ടായിരിക്കും. പ്രൈസ് ടേക്കർ ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊണോപ്പൊളി, ഏകാധിപത്യം. മൊണോപ്പൊളി, അവിടെ മൊണോപ്പൊളി, നിങ്ങൾ ഇവിടെ ഒരു വ്യവസായശാല കാണുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ചില വ്യവസായശാലകള് ചുരുങ്ങിയതേ ഉള്ളൂ അല്ലെ, ഒരുപാടൊന്നുമില്ല. ഇപ്പോ നമ്മൾ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളുടെ ഒക്കെ വ്യവസായശാല, ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വ്യവസായശാലകള് വിരളാണ്. അപ്പൊ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഏകാധിപത്യാണ്, അതായത് ഒരു കുത്തക എന്ന് പറയും. അപ്പൊ ഈ മൊണോപ്പൊളിയുടെ ഒരു പ്രത്യേകത എന്താണ്? അപ്പൊ നിങ്ങളുടെ ഗൈഡിലെ ക്വസ്റ്റ്യൻ 3ാമത്തെ ക്വസ്റ്റ്യനിലാണ് കേട്ടോ മൊണോപ്പൊളി വരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ ഇത് നോക്കൂ, മൊണോപ്പൊളിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരേ ഒരു വിൽപ്പനക്കാരനായിരിക്കും, ഒരൊറ്റ സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 1 സെല്ലർ ആയിരിക്കും. മാത്രല്ല ഈ മൊണോപ്പൊളി ഏത് പദത്തിന്ന് അടുത്തുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് 1 എന്നർത്ഥം വരുന്ന മോണോ എന്ന ഗ്രീക്കും വിൽപ്പനക്കാരൻ എന്നർത്ഥം വരുന്ന പോളി എന്ന വാക്കുകൾ ചേർന്നിട്ടാണ് മൊണോപ്പൊളി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഗ്രീക്ക് വാക്കുകളാട്ടോ. 1 എന്നർത്ഥം വരുന്ന മോണോ എന്ന ഗ്രീക്ക് വാക്കും വിൽപ്പനക്കാരൻ എന്നർത്ഥം വരുന്ന പോളി എന്ന ഗ്രീക്ക് വാക്കും ചേർന്നാണ് ഏത് പദം രൂപം കൊണ്ടിട്ടുള്ളത്? മൊണോപ്പൊളി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. 1 എന്നർത്ഥം വരുന്ന മോണോ എന്ന വാക്കും പൊളി എന്നർത്ഥം വിൽപ്പനക്കാരൻ എന്നർത്ഥം വരുന്ന പൊളി എന്ന വാക്കും, ഈ 2 മോണോയും പൊളിയും ചേർന്നുകൊണ്ടാണ് ഒരു വിൽപ്പനക്കാരൻ എന്ന അർത്ഥം വരുന്ന പദമാണ് ഏത്? മൊണോപ്പൊളി. ഈ മൊണോപ്പൊളിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരേ ഒരു വിൽപ്പനക്കാരനായിരിക്കും. മാത്രല്ല പകരം ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കില്ല. പ്രവേശന തടസ്സം നിലനിൽക്കും. പ്രൈസ് മേക്കർ ആയിരിക്കും. മാർക്കറ്റ് അല്ല വില നിശ്ചയിക്കുക. ആ സർവാധിപത്യം ആരാണോ ആ വിൽപ്പനക്കാരൻ അയാളായിരിക്കും വില നിശ്ചയിക്കുക. പ്രൈസ് മേക്കർ ആയിരിക്കും. വില വിവേചനം നിലനിൽക്കും. പലർക്കും പല രീതിയിലാണ് സാധനങ്ങള് വില കൊടുക്കുക. ചില ആളുകൾക്ക് വില കുറച്ചു കൊടുക്കും, ചില ആളുകൾക്ക് വില കൂട്ടി കൊടുക്കും. അങ്ങനെ അതിനെയാണ് വില വിവേചനം എന്ന് പറയാം. അപ്പോ വിലയിൽ ചില വിവേചനങ്ങൾ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. അപ്പൊ ആ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കും. അപ്പോ മാർക്കറ്റ് ഫോംസിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സെക്കൻഡ് പോയിന്റ് ആയിരുന്നു മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഒരു വിൽപ്പനക്കാരനായിരിക്കും ഉണ്ടാവുക. പകരം ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കില്ല. പ്രവേശന തടസ്സം നിലനിൽക്കും. പ്രൈസ് മേക്കർ ആയിരിക്കും. മാത്രല്ല വില വിവേചനം ഉണ്ടായിരിക്കും. ഇതിനെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. അടുത്തതാണ് അടുത്ത പോയിന്റ് എന്താണ്? നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒളിഗോപ്പൊളിയും ആണ് തന്നിട്ടുള്ളത് കേട്ടോ. രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏകാധിപത്യ മത്സരം അഥവാ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നിങ്ങളുടെ ഗൈഡിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏകാധിപത്യ മത്സരം എന്ന് പറയുന്നത്. ഇപ്പൊ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏകാധിപത്യ മത്സരം എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ഉൽപ്പന്ന വ്യത്യാസം നിലനിൽക്കുന്നുണ്ടാവും. പരസ്യം ഉണ്ടാവും. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ ഏകാധിപത്യ മത്സരം എന്ന് പറഞ്ഞാൽ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. ഉൽപ്പന്ന വ്യത്യാസം നിലനിൽക്കുന്നുണ്ടായിരിക്കും. പരസ്യം ഉണ്ടായിരിക്കും. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതായത് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് പ്രൈസിനല്ലാത്ത മത്സരമാവും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഒരു ഏകാധിപത്യ മത്സരം അഥവാ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാവും.
ഉൽപ്പന്നങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരിക്കും. ഈ 4 പോയിന്റ് എഴുതിയാൽ മതി. നിങ്ങൾ ഏത് ചോദിച്ചു കഴിഞ്ഞാല് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അഥവാ ഏകാധിപത്യ മത്സരം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, ഉൽപ്പന്ന വ്യത്യാസം നിലനിൽക്കും, പരസ്യം ഉണ്ടായിരിക്കും, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. അടുത്തതാണ് ഫോംസ് ഓഫ് മാർക്കറ്റിന്റെ 4ാമത്തെ ഫോംസ് ആണ് അല്പാധിപത്യം. അല്പാധിപത്യം അല്പാധിപത്യം അഥവാ ഒളിഗോപ്പൊളി എന്ന് പറയും. ഒളിഗോപ്പൊളിയുടെ പ്രത്യേകത എന്ന് പറയാം, അതായത് നിങ്ങൾക്ക് ഒളിഗോപ്പൊളി 5ാമത്തെ ടോപ്പിക്സ് ആട്ടോ, നിങ്ങളുടെ ഗൈഡിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒളിഗോപ്പൊളി. അല്പാധിപത്യം, കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമായിരിക്കും ഒളിഗോപ്പൊളിയിൽ ഉണ്ടായിരിക്കുക. മാത്രല്ല പരസ്പരം ആശ്രയത്വം ഉണ്ടായിരിക്കും, പരസ്പരം ആശ്രയത്വം നിലനിൽക്കുന്നുണ്ടായിരിക്കും. അതേപോലെ വില സ്ഥിരത ഉണ്ടായിരിക്കും. കൊളുസീവും നോൺ കൊളുസീവും ആയിരിക്കും. കൊളുസീവ് ഒളിഗോപ്പൊളി ഉണ്ടായിരിക്കും, നോൺ കൊളുസീവ് ഒളിഗോപ്പൊളി ഉണ്ടായിരിക്കും. അപ്പൊ ടീച്ചർ കൊളുസീവും നോൺ കൊളുസീവും എന്താന്ന് പറഞ്ഞു തരാട്ടോ. അപ്പൊ ഒളിഗോപ്പൊളിയുടെ ഫോംസ് ഓഫ് മാർക്കറ്റിന്റെ 4ാമത്തെ ഫോംസ് ആണ് ഒളിഗോപ്പൊളി. ഒളിഗോപ്പൊളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാർക്കറ്റിൽ കുറച്ച് സ്ഥാപനങ്ങളെ, വിരളമായിട്ടുള്ള സ്ഥാപനങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. പരസ്പരം ആശ്രയത്വം ഉണ്ടായിരിക്കും, വില സ്ഥിരത നിലനിൽക്കുന്നുണ്ടായിരിക്കും, കൊളിസീവും നോൺ കൊളിസീവും ഉണ്ടായിരിക്കും. ഇനി കൊളിസീവ് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളിസീവ് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാല് ഒളിഗോപ്പൊളിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ പരസ്പരം സഹകരിക്കാനും എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതുവായ നയങ്ങൾ നൽകുവാനും തീരുമാനിച്ചേക്കാം. ഒളിഗോപ്പൊളിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങള് പരസ്പരം സഹകരിക്കുന്നതിനും എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതുവായ നയങ്ങൾ നൽകുവാനും തീരുമാനിച്ചേക്കാം. അങ്ങനെ കമ്പനികൾ പൊതുവായ വില നിർണയ നയങ്ങളിൽ പരസ്പരം ഒത്തുചേർന്ന് പൊതുവായൊരു ഔട്ട്പുട്ട് തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെ മാത്രല്ല കമ്പനികള് ഒരുമിച്ച് ചേർന്ന്, ഓരോ കമ്പനികളും ഒരുമിച്ച് ചേർന്ന് വില നിശ്ചയിക്കുന്നതിനെയാണ് എന്ത് പറയുക? കൊളുസീവ് ഒളിഗോപ്പൊളി. എല്ലാ കമ്പനികളും ഒരുമിച്ച് ചേർന്ന് ഒരു വില നിശ്ചയിക്കുക. അതിനെയാണ് ഇപ്പൊ നമുക്കറിയാം പെട്രോളിയത്തിന് ഒരേ വില എല്ലായിടത്തും ഉണ്ടാവുക. അപ്പൊ ആ പെട്രോളിയത്തിന്റെ കമ്പനികൾ ഒരുമിച്ച് എടുക്കുന്ന തീരുമാനം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഏത്? പെട്രോളിയം എക്സ്പോർട്ടിങ് കൺട്രി. അപ്പൊ നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വിലയായിരിക്കും. അതെന്തുകൊണ്ടാണ്? 1 ലിറ്ററിന് ഇത്ര രൂപ. പിന്നെ അതിന്റെ ടാക്സും കാര്യങ്ങളും സംസ്ഥാനങ്ങളിൽ മാറുമ്പോഴാണ് ചെറിയ വ്യത്യാസം ഉണ്ടാവുക. അപ്പോ ഒരേ വില കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് ഒരേ വില നിശ്ചയിക്കുന്നതിനെയാണ് കൊളുസീവ് ഒളിഗോപ്പൊളി എന്ന് പറയുക കേട്ടോ. ഇനി നോൺ കൊളുസീവ് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം സഹകരിക്കാതിരിക്കുക. കമ്പനികൾ പരസ്പരം സഹകരിക്കാതിരിക്കുകയും കടുത്ത പരസ്പരം കടുത്ത മത്സരത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ വിപണിയെ നോൺ കൊളുസീവ് ഒളിഗോപ്പൊളി എന്ന് പറയും. സ്ഥാപനങ്ങൾ സാധാരണ ലാഭത്തിലേക്ക് താഴുക. ഇത്രയേ ഉള്ളൂ. നോൺ കൊളുസീവ് പറഞ്ഞാല് കമ്പനികൾ പരസ്പരം സഹകരിക്കാതിരിക്കുകയും കടുത്ത മത്സരത്തിൽ ഒന്നും ഏർപ്പെടാതിരിക്കുകയും മാത്രമല്ല സാധാരണ ലാഭത്തിന്റെ നിലവാരത്തിലേക്ക് താഴുകയും ചെയ്യുന്നതിനെയാണ് നോൺ കൊളുസീവ് എന്ന് പറയാം. അപ്പൊ കുട്ടികളെ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചത്? നമ്മൾ മാർക്കറ്റ് എന്താന്ന് പഠിച്ചു, മാർക്കറ്റിന്റെ സവിശേഷതകൾ എന്താന്ന് പഠിച്ചു, മാർക്കറ്റിന്റെ ഫോംസുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി. ഫസ്റ്റ് ഫോം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, പൂർണ്ണ മത്സരം, അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു. പിന്നെ മൊണോപ്പൊളി ആയിരുന്നു, അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഏകാധിപത്യ മത്സരവും അല്പാധിപത്യ മത്സരവും എന്താണ്? ഏകാധിപത്യ മത്സരത്തിന്റെ പ്രത്യേകതയും ഏകാധിപത്യ മത്സരം എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു. അല്പാധിപത്യം എന്താന്ന് പറഞ്ഞു. അല്പാധിപത്യം എന്ന് പറഞ്ഞാൽ ഒളിഗോപ്പൊളിയുടെ പ്രത്യേകത കുറച്ച് സാധനങ്ങളായിരിക്കും, പരസ്പരം ആശ്രയത്വം ഉണ്ടായിരിക്കും, വില സ്ഥിരത ഉണ്ടായിരിക്കും, കൊളുസീവ് ആവും, നോൺ കൊളുസീവ് ആവും. കൊളുസീവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ടീച്ചർ പറഞ്ഞു. കൊളുസീവ് പറഞ്ഞാല് പരസ്പരം കമ്പനികള് സഹകരിച്ചിട്ട് ഒരു വില നിശ്ചയിക്കുന്നതിനെയാണ് കൊളുസീവ് എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? പെട്രോളിയം പ്രോഡക്റ്റ്. നോൺ കൊളുസീവ് എന്ന് പറഞ്ഞാല് കമ്പനികൾ പരസ്പരം സഹകരിക്കാതിരിക്കുകയും പരസ്പരം മത്സരത്തിൽ ഏർപ്പെടാതിരിക്കുകയും സാധാരണ ലാഭത്തിന്റെ നിലവാരത്തിലേക്ക് താഴുകയും ചെയ്യുന്നതിനെയാണ് നോൺ കൊളുസീവ് എന്ന് പറയുക. അടുത്തത് നമ്മള്
ഇതിന്റെയൊക്കെ ഒരു താരതമ്യ പട്ടികയാണ് പഠിക്കുന്നത്. എന്തൊക്കെയാണ് താരതമ്യ പട്ടികയിൽ നൽകിയിട്ടുള്ളത് നോക്കൂ. എന്തൊക്കെയാ ഇവിടെ കൊടുത്തിട്ടുള്ളത്? സവിശേഷത, പൂർണ്ണ മത്സരം, ഏകാധിപത്യ മത്സരം. പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഉണ്ട്. ഒളിഗോപ്പൊളി ഇല്ല കേട്ടോ. ഒളിഗോപ്പൊളി നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. അതില് നേരത്തെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഇതിൽ വെച്ചാൽ മതി. അതിന് സവിശേഷത, വിൽപ്പനക്കാരൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ പൂർണ്ണ മത്സരം ആവുമ്പോ എന്താ, വിൽപ്പനക്കാരൻ ധാരാളം ഉണ്ടാവും. എന്നാൽ മൊണോപ്പൊളി ആവുമ്പോ വിൽപ്പനക്കാരൻ ഒരാളെ ഉണ്ടാവുള്ളൂ. ഏകാധിപത്യ മത്സരം ആവുമ്പോ വിൽപ്പനക്കാരൻ ധാരാളം ഉണ്ടാവും. മാറ്റം കണ്ടോ? ഇത് ഇമ്പോർട്ടന്റ്. ഈ ടേബിൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ ചാപ്റ്റർ പഠിക്കും. പിന്നെ അടുത്ത സവിശേഷത, ഉൽപ്പന്നം. പൂർണ്ണ മത്സരം അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആവുമ്പോൾ ഉൽപ്പന്നം ഒരേ ഉൽപ്പന്നമായിരിക്കും. ഏകാധിപത്യമായിരിക്കും, മൊണോപ്പൊളി ആയിരിക്കുമ്പോ അദ്വിതീയമായിരിക്കും, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. ഏകാധിപത്യ മത്സരം ആവുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി വില നിയന്ത്രണം. പൂർണ്ണ മത്സരമായിരിക്കുമ്പോ പ്രൈസ് ടേക്കർ ആയിരിക്കും, വില നിയന്ത്രണം ഉണ്ടാവില്ല. എന്നാൽ മൊണോപ്പൊളി അഥവാ ഏകാധിപത്യം ആയിരിക്കുമ്പോൾ പ്രൈസ് മേക്കർ ആയിരിക്കും, വില നിയന്ത്രണം ഉണ്ടായിരിക്കും. ഏകാധിപത്യ മത്സരം അഥവാ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ ഭാഗികമായിരിക്കും വില നിയന്ത്രണം. ഇനി പ്രവേശനത്തിന്റെ കാര്യം. പൂർണ്ണ മത്സരം അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ പ്രവേശനം സ്വതന്ത്രമായിരിക്കും. ഏകാധിപത്യം അഥവാ മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ പ്രവേശനം എങ്ങനെയായിരിക്കും, തടസ്സം ഉണ്ടാവും. എന്നാല് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ പ്രവേശനം എങ്ങനെയായിരിക്കും, എളുപ്പമായിരിക്കും. ഈ താരതമ്യ പട്ടിക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നന്നായി മനസ്സിലാക്കുക. പിന്നെ നമ്മള് ഒളിഗോപ്പൊളി, അതാണ് അല്പാധിപത്യം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചു സ്ഥാപനങ്ങൾ, പരസ്പരം ആശ്രയത്വം, വില സ്ഥിരത, കൊളിസീവ് ആൻഡ് നോൺ കൊളിസീവ് രൂപങ്ങൾ. ഈ പട്ടിക നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ പട്ടികയ്ക്കും തന്ന് പറയുന്നത് കേട്ടോ. ഇത്തിരി വളരെ ചെറിയ ലളിതമായ ഒരു ചാപ്റ്റർ ആണ് ഏത്, ഈ ഒരു ഫോംസ് ഓഫ് മാർക്കറ്റ്. ഇതിന്റെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയുള്ളൂ, മാർക്കറ്റിന്റെ രൂപങ്ങളെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഏതൊക്കെയാണ് മാർക്കറ്റിന്റെ രൂപങ്ങള്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പിന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അല്പാധിപത്യം. അതിൽ നമ്മള് ഏതാ പഠിച്ചത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താന്ന് മനസ്സിലാക്കി അല്ലെ? ഏതാണ്? ധാരാളം വാങ്ങാനും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും, ഒരേ ഉൽപ്പന്നമായിരിക്കും, വില വിപണി നിശ്ചയിക്കും, സ്വതന്ത്ര പ്രവേശനമായിരിക്കും, പ്രൈസ് ടേക്കർ ആയിരിക്കും. മൊണോപ്പൊളി ആകുമ്പോഴത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. പിന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആവുമ്പോൾ ഇതാണ് പ്രത്യേകത, ധാരാളം സ്ഥാപനങ്ങളായിരിക്കും, ഉൽപ്പന്ന വ്യത്യാസം നിലനിൽക്കും, പരസ്യം ഉണ്ടാവും, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഒളിഗോപ്പൊളി ആയിരിക്കുമ്പോൾ കുറച്ച് സ്ഥാപനങ്ങളായിരിക്കും, പരസ്പര ആശ്രിതത്വം ഉണ്ടായിരിക്കും, വില സ്ഥിരത ഉണ്ട്. കൊളിസീവ്, നോൺ കൊളിസീവ്. കൊളിസീവ് പറഞ്ഞാല് വലിയ വലിയ കമ്പനികൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് വില നിശ്ചയിക്കുന്നതിനെ കൊളിസീവ് എന്നും പറയും. നോൺ കൊളിസീവ് പറഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ പരസ്പരം സഹകരിക്കാതെ വില നിശ്ചയിക്കുന്നതിനെ നോൺ കൊളിസീവ് എന്നും പറയും. പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഈ പട്ടികയിലാക്കി കാണിച്ചു തന്നു. അടുത്തത് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. പരീക്ഷയ്ക്ക് എന്തൊക്കെയാ വരിക? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എഴുതാൻ വരും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എപ്പോഴും പ്രൈസ് ടേക്കർ ആവും കേട്ടോ, 1 വേർഡ് ചോദിക്കാറുണ്ട്. എന്നാൽ മൊണോപ്പൊളി പ്രൈസ് മേക്കർ ആയിരിക്കും. മൊണോപ്പൊളി പ്രൈസ് മേക്കറും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ടേക്കറും ആയിരിക്കും. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആയിരിക്കും, പ്രോഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഒളിഗോപ്പൊളി ആയിരിക്കുമ്പോൾ ഇന്റർ ഡിപ്പെൻഡന്റ്, പരസ്പരം ആശ്രയത്വമായിരിക്കും. ഇനി ഇതിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കൂ. വിപണി എന്താണ്? വിപണി എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം? വാങ്ങുന്നവരും വിൽക്കുന്നവരും ചരക്കുകളും സേവനങ്ങളും കൈമാറുന്ന സംവിധാനമാണ് വിപണി. പിന്നെ ഏറ്റവും കൂടുതൽ മത്സരമുള്ള വിപണി ഏതാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആട്ടോ, പൂർണ്ണ മത്സരാണ്. ഏറ്റവും കുറവ് മത്സരമുള്ള വിപണി ഏതാ? മൊണോപ്പൊളി ആട്ടോ. അവിടെ മത്സരം ഉണ്ടാവില്ല, മൊണോപ്പൊളിയിൽ മത്സരം ഉണ്ടാവില്ല, കാരണം കുത്തകയാണ്. പ്രൈസ് മേക്കർ എപ്പോഴും ആരാണ്? മൊണോപ്പൊളിയാണ്. പ്രൈസ് ടേക്കർ എപ്പോഴും ആരാണ്? പൂർണ്ണ മത്സര വിപണി അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ക്ലാസ് നന്നായി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലെ ഗൈഡ് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ
കഴിയട്ടെ. കാരണം അത്രയും എളുപ്പമുള്ള വളരെ പ്രധാനപ്പെട്ടതും, കാരണം നമ്മളെ മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളെ മാർക്കറ്റിന്റെ സവിശേഷതയും മാർക്കറ്റിന്റെ രൂപം, ഒരു മാർക്കറ്റ് പറഞ്ഞാൽ എന്തൊക്കെ രൂപങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. 4 രൂപങ്ങളാണ് ഉണ്ടാവുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ മാർക്കറ്റിന്റെ രൂപങ്ങൾ എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഥവാ പൂർണ്ണ മത്സരമായിരിക്കും, ഏകാധിപത്യമായിരിക്കും, മൊണോപ്പൊളി ആയിരിക്കും, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അഥവാ ഏകാധിപത്യ മത്സരമായിരിക്കും, അല്പാധിപത്യം അഥവാ ഒളിഗോപ്പൊളി ആയിരിക്കും. ഇതൊക്കെയാണ് മാർക്കറ്റിന്. ഈ 4 കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സും പഠിച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫുള്ളായി. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. അടുത്ത ക്ലാസ്സിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.